ഇത് അത്യാവശ്യം ഇവർക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്നേക് മാനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അരുവിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഇവിടെ കുറച്ച് കാട് പിടിച്ച ഏരിയയും തോടും അതുപോലെ അവിടെ നിന്ന് കുറച്ച് പറമ്പുകളൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാടാണ്. അപ്പോൾ അവിടെ പാടത്തിനോട് ചേർന്നിട്ടൊരു കിണറുണ്ട്. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളം ഉപയോഗിക്കുന്ന കിണറാണ്. അപ്പോൾ ആ കിണറ്റിൽ അത്യാവശ്യം നന്നായി വെള്ളമുണ്ട്, നമുക്ക് കയ്യെത്താവുന്ന രീതിയിലാണ്. പക്ഷേ ആ കിണറ്റിൽ കുറച്ച് എത്ര ദിവസമായി എന്ന് പറഞ്ഞാൽ 15 ദിവസത്തിന് മേലെയായിട്ട് അതിനുള്ളിൽ പാമ്പ് എടുക്കുന്നുണ്ട്. പിന്നീട് ഇവർ അത് ചത്തുപോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ ഈ ചേട്ടൻ വന്ന് നോക്കിയപ്പോൾ അത് എന്താ പറയുക ജീവൻ അനങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉടനെ തന്നെ എവിടെ നിന്നോ നമ്പർ കിട്ടിയ അശോകൻ ഓക്കെ. അപ്പോൾ ആള് നമ്പർ കൊടുത്ത് അങ്ങനെ എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ഉടനെ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നിറയെ വെള്ളമാണെന്ന് പറയുന്നു. അപ്പോൾ ഷൂ മാറ്റിയിട്ട് ഇവിടുത്തെ ചേട്ടൻ തന്നെ, ഈ വീട്ടിലത്തെ ചേട്ടൻ ഗംബൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഗംബൂട്ട് ഇട്ടിട്ടാണ് ഇവിടെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗംബൂട്ട് ആദ്യം മാറാം. വലിയൊരു മുറുക്കനാണെന്നാണ് ഇവർ പറഞ്ഞാൽ കണ്ടവരൊക്കെ. നമ്മൾ കണ്ടിട്ടില്ലേ പാമ്പിനെ, നമ്മളവിടെ പോകുന്നേ ഉള്ളൂ. ഈ ഷൂട്ട് നേരത്തെ ഒരു ഈനാമ്പേച്ചിനെ പിടിക്കാൻ പോയിട്ടേ ഫുള്ള് നനഞ്ഞുണ്ട്. അല്ല നല്ല അതിന് ഗംബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ടോർച്ച് ഉണ്ടെങ്കിൽ എടുത്തോ. റബ്ബറിന്റെ പൂട്ട് പെടുവോ ഇതിനുള്ളിൽ? സംഭവം ഇച്ചിരി ടൈറ്റ് ആണെങ്കിലേ സാധനം ഊരാൻ കിട്ടില്ല, എയർ ടൈറ്റ് ആവും. നമ്മളിപ്പോ അവിടെ പൈപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ബാഗും ഫ്രെയിമാണ് വെക്കണേ. നമ്മൾ ഇതന്നെ വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോവാം. എന്റെ ബാഗൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഇവിടെ ആരെങ്കിലും ഉണ്ടാവില്ല, ഇവരൊക്കെ ഉണ്ടാവില്ലേ? അവിടെ കയറുന്നു, അവിടെ കയറുന്നു. ഇത് അത്യാവശ്യം ഇവർക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. വഴിമാറി പോണ ആൾക്കാരാണ്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഈ ഹുക്ക് കൊണ്ട് എത്തില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വലുതാണെങ്കിൽ കയറി പോണ്ടതാണല്ലോ. എവിടെയാ നമ്മുടെ വീഡിയോ എടുക്കുന്ന ആള്? ഒന്നും ഇങ്ങോട്ട് നോക്കി കാണാല്ലേ? അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇത്തിരി കുറച്ച് ഏതാണ്ട് ഒരു 100-200 മീറ്റർ നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവം ഇതിന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. പക്ഷെ മൂർഖനായതുകൊണ്ടും ഇവിടെ ആൾക്കാർ എപ്പോഴും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടും ഇവർ സമ്മതിക്കുന്നില്ല നമുക്ക് ഇതിനടുത്ത് കൊണ്ടുപോയി പറ്റും. പിന്നെ മൂർഖനാണ്, നമ്മളധികം നിർബന്ധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനടുത്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കുറച്ചുകൂടി നടക്കാണ്ടെന്ന് തോന്നുന്നു.
ഇത് നല്ല സ്ഥലം. ഇതാണ് കിണറല്ലേ. അയ്യോ ഇത് ഡെഡ് ആയിട്ടില്ലല്ലോ. അനങ്ങിയാ ഇവിടുന്ന് വന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറി. ഇവിടെ അനക്കാൻ മാറാനായിട്ട് പിന്നെ അങ്ങോട്ട് മാറി. തല കണ്ടത് പത്തിയിരിക്കാനുള്ള ഇതില്ല, അതുകൊണ്ടാണ് കയറാൻ പറ്റില്ല. കാരണം വെച്ചാൽ കറക്റ്റ് പ്ലെയിൻ അല്ലേ, പിന്നെ കുറച്ച് നാളായിട്ടുണ്ടാവും. ആ ടൂൾ ഇങ്ങനെ തന്നെ പിള്ളേഴ്സ് കുറച്ച് മാറി നിന്നോളൂ. അപ്പോൾ പാമ്പ് കുറച്ച് ടയർഡാണെന്ന് തോന്നുന്നു. കാരണം പിന്നെ എന്തോ വീർത്തിരിക്കണിരിക്കും, വല്ല എലിയോ മറ്റു പിടിച്ചിട്ടുണ്ടായിരിക്കണം, നമുക്ക് അറിയില്ല. ചെറിയൊരു ഭാഗമാണല്ലോ, പിന്നെ മൊത്തം പായലായിട്ട് എടുക്കുകയാണ്. നമുക്ക് ഹുക്ക് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ബാഗിലേക്ക് ആക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അവിടെ നല്ലതെന്ന് തോന്നാം. അവൻ വിടർത്തുണ്ട്. നമ്മുടെ അവിടെ മറ്റേ അവിടെ കിണറ്റിലേ ചിലപ്പോ 2 മാസമൊക്കെ എടുക്കും. അവരിങ്ങനെ നെല്ലൊരു പാമ്പിനുമ്പോ കയറിയൊക്കെ ഇരിക്കാൻ പറ്റും ചിലപ്പോ. ഇത് പൊത്തുള്ളതല്ലേ? അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ വീണിട്ടുള്ളതാണ്. അത് സെയിം സാധനം തന്നെയാണ്. ഇത് ഇത്രയും അടുത്താണെങ്കിൽ അവർക്ക് കയറാൻ ബുദ്ധിമുട്ടില്ല. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതിലെ ഇറക്കയത്തിലായിരുന്നു വെള്ളം. ഓക്കെ. വേറെ തീരെ ടയർഡൊന്നുമല്ല, അല്ലാണ്ട് അങ്ങനെ പത്തിയിരിക്കില്ല. സേഫായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കിണറ്റിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ശരീരം മാത്രമേ കിടക്കുന്ന, തല കാണാനില്ല, താഴേക്കായിരുന്നു. അപ്പോൾ ടയർഡാണ് അല്ലെങ്കിൽ ഡെഡാണെന്ന് വിചാരിച്ചു. പക്ഷെ എടുത്ത് മുകളിലേക്ക് എത്തപ്പോൾ ആൾ ആക്റ്റീവാണ്, പത്തിക്ക് വിരിച്ചു. അത് ഉഷാറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മീൻസ് മീ ജോജു സൈനിങ് ഓഫ്.